മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് മന്ത്രി സജി ചെറിയാൻ ചെങ്ങന്നൂരിൽ നിന്ന് ഇന്ന് രാവിലെ തിരുവനന്തപുരത്തേക്ക് യാത്ര തിരിച്ചത്. വാമനപുരം വെഞ്ഞാറമൂട് സമീപം വാമനപുരത്ത് വെച്ചാണ് അപകടമുണ്ടായത്. മന്ത്രി സഞ്ചരിച്ചിരുന്ന ഔദ്യോഗിക വാഹനം 8-ാം നമ്പർ വാഹനത്തിൻ്റെ സർക്കാർ വാഹനത്തിൻ്റെ ടയർ ഊരിത്തെറിക്കുകയായിരുന്നു. സമയം മന്ത്രിയും മറ്റ് സ്റ്റാഫംഗങ്ങളും വാഹനത്തിലുണ്ടായിരുന്നു. അത്ഭുതകരമായാണ് അവർ രക്ഷപ്പെട്ടത്. ഒരു ടയർ പൂർണ്ണമായും ഊരി തെറിച്ചു പോവുകയായിരുന്നു. ഏതായാലും പരിക്കുകളുമില്ലാതെ മന്ത്രി രക്ഷപ്പെട്ടു. പക്ഷേ ഈ സംഭവത്തിൽ അന്വേഷണം വേണമെന്നൊരാവശ്യം മന്ത്രി മുന്നോട്ട് വച്ചിട്ടുണ്ട്. അസ്വാഭാവികത ഉണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കട്ടെ എന്നാണ് മന്ത്രി സജി ചെറിയാൻ ന്യൂസ് 18നോട് പറഞ്ഞത്. ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് ഇന്ന് ക്യാബിനറ്റിന് വരാൻ വേണ്ടി ഇങ്ങോട്ട് വരുന്ന വഴിക്ക് വെഞ്ഞാറമൂട്ടിൽ വെച്ചാണ് രാവിലെ ഒരു 7 മണിക്ക് സംഭവം ഉണ്ടാകുന്നത്. ഞാനിരിക്കുന്ന സൈഡിലെ വീടങ്ങ് ഊരിപ്പോയി. അപ്പം വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടെന്ന് വേണേൽ പറയാം. അപ്പം ഈ വണ്ടി ഞാൻ വീട്ടിലിടാറില്ല. വണ്ടി സർക്കാർ വണ്ടി ആയതുകൊണ്ട് ഗസ്റ്റ് ഹൗസ് ആയിരുന്നു. അപ്പോൾ ഗസ്റ്റ് ഹൗസിൽ ഈ വണ്ടി ഇട്ട് ഇനി പ്രത്യേകിച്ച് ഈ ഇന്നോവ ക്രിസ്റ്റ ആയതുകൊണ്ട് സാധാരണ ഇങ്ങനൊരു മെക്കാനിക്കൽ ഭാഗം നോക്കിയാൽ അങ്ങനെ ഇതൊരു കേട്ടിട്ടില്ല. ഇത് വീട് ഊരി പോകുന്നു. മാത്രമല്ല 500 കിലോമീറ്റർ നമ്മളിപ്പം സർവീസ് ചെയ്ത് 500 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പ്രോപ്പറായി സർവീസ് ചെയ്യുന്ന വണ്ടിയാണ്. ഞാൻ മന്ത്രിയായതിനു ശേഷം നമുക്ക് തന്ന വണ്ടിയാണ്, പുതിയ വണ്ടിയായിരുന്നു. അപ്പം ഇനിയും പോലീസ് അന്വേഷിക്കട്ടെ. പോലീസിനോട് പറഞ്ഞു. കാരണം ഈ വണ്ടി അവിടെ കൊണ്ടിട്ടപ്പോൾ ഇനി എന്തെങ്കിലും പ്രയാസം ഉണ്ടായിട്ടുണ്ടോ എനിക്കറിയില്ല. ഞാനത് വിശ്വസിക്കുന്നില്ല. അല്ല, ഇത് കാരണം ആ സമയത്ത് അവിടെ കറണ്ട് പോയെന്നൊക്കെ പറയുന്നു. രാത്രി 2 മണിക്ക് 2:45 2:30 3:00 കറണ്ട് പോയെന്നൊക്കെ പറയുന്നു. അപ്പോൾ അവിടെ ആ സമയത്ത് ക്യാമറ കാണുന്നില്ലെന്ന് പറയുന്നു. എന്തായാലും നമ്മുടെ ഭാഗത്ത് രക്ഷപ്പെട്ടത്. ചെങ്ങന്നൂരിലെ വസതിയിലുള്ളപ്പോൾ മന്ത്രിയുടെ വാഹനം ഗസ്റ്റ് ഹൗസിലാണ് പാർക്ക് ചെയ്യാറുള്ളത്. ഇന്നലെയും അവിടെയായിരുന്നു വാഹനം പാർക്ക് ചെയ്തിരുന്ന മന്ത്രി പറയുന്നു. രാത്രി ഈ ഗസ്റ്റ് ഹൗസിൽ കറണ്ട് പോയതായും പറയപ്പെടുന്നു. അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള അസ്വാഭാവികത ഉണ്ടെന്ന കാര്യമാകും പോലീസ് അന്വേഷിക്കുക. മന്ത്രിക്ക് അത്തരം സംശയമുണ്ട്. സജി ചെറിയാൻ മന്ത്രിയായ അവസരത്തിൽ സർക്കാർ അനുവദിച്ച വാഹനമാണ്. കൃത്യമായി മെയിൻ്റനൻസ് ഒക്കെ നടത്തുന്ന വാഹനമാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സർവീസ് കഴിഞ്ഞിട്ട് 500 കിലോമീറ്റർ മാത്രമാണ് പിന്നീട് ഓടിയത്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പിഴവ് സർവീസ് മെയിൻ്റനൻസിൻ്റെ ഭാഗമായി ഒന്നും ഉണ്ടായിട്ടില്ല എന്നാണ് പ്രാഥമിക നിഗമനം. അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറി ഉണ്ടോ, അപകടത്തിൽ മന്ത്രിയെ പെടുത്താൻ ആരെങ്കിലും ചെയ്തതാണെന്ന കാര്യത്തിലാണ് ഇപ്പോൾ സംശയം ഉയർന്നിട്ടുള്ളത്. ഏതായാലും വളരെ അത്ഭുതകരമായി മന്ത്രിയും കൂടെയുള്ളവരും രക്ഷപ്പെട്ടിരിക്കുന്നു. വിശദമായ അന്വേഷണത്തിന് പോലീസും തയ്യാറെടുക്കുകയാണ്.